ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഓട്ടോഗരാജ് ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എന്നത്തെയും പോലെ ഈ ആഴ്ച നമ്മൾ വാക്ക് തെറ്റിച്ചില്ല. ഈ ആഴ്ച കറക്റ്റായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 5-6 വീഡിയോ ഏകദേശം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു വെറൈറ്റി വാഹനം തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കോളേജുകളിലെ ഓട്ടോ ഷോ നോക്കിയാലും അത് ശരി, എല്ലാം ഓട്ടോ ഷോ നോക്കിയാലും നമുക്ക് മെയിനായിട്ട് അട്രാക്ഷൻ എന്ന് പറഞ്ഞ് നിൽക്കുന്ന വാഹനങ്ങളിലൊന്നാണ് ഈ ഹോണ്ട സിവിക്ക്. അപ്പോൾ പലരും ചോദിക്കും ഈ ഹോണ്ട സിവിക് എന്തുകൊണ്ടാണ് ഈ മോഡിഫിക്കേഷന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് ഓട്ടോ ഷോകൾക്ക് സിവിക്ക് കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഹോണ്ട ഈ സിവിക്ക് മാത്രമായിട്ട് മോഡിഫിക്കേഷന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അതിനെല്ലാം ഉത്തരം കിട്ടുന്ന രീതിയിൽ തന്നെ ഒരു ഹോണ്ട സിവിക്കാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഫുള്ളി മോഡിഫൈഡ് വൈറ്റ് ബോഡിയൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഉള്ള ഒരു വീഡിയോ വണ്ടി തന്നെയാണ്. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വണ്ടി. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല അട്രാക്റ്റീവായിട്ടുള്ള കളറും വൈറ്റ് ബോഡിയൊക്കെ ചെയ്ത് നല്ല സെറ്റായിട്ട് പണിതിട്ടേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് സിവിക്കിനെ ഒന്ന് പരിചയപ്പെടാം. കാരണം സിവിക്കിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും പലർക്കും അറിയില്ല. ഇപ്പോഴും പ്രൊഡക്ഷനിലുണ്ട് വണ്ടി, എന്നാലും അതിൻ്റെ വന്ന ഒരു കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് ശരിക്കും 2006 ജൂലൈയിലാണ് ഈ വണ്ടി ശരിക്കും നമ്മൾ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നത് ഹോണ്ട. ഇത് വന്നത് ശരിക്കും എന്ന് പറഞ്ഞാൽ സിറ്റിക്കും അതുപോലെ തന്നെ അക്കോർഡിനും ഇടയിലായിട്ട് പുതിയൊരു ഡി സെഗ്മെൻറ്റിലേക്കാണ് ഈ ഒരു സിവിക്ക് വന്നത്. സിറ്റി സി സെഗ്മെൻ്റ് ആയിരുന്നെങ്കിൽ ഈ ഡി സെഗ്മെൻറ്റിലേക്കാണ് ഈ സിവിക്ക് വന്നത്. 2006 ജൂലൈയിലാണ് ആദ്യമായിട്ട് കമ്പനി ഇത് ലോഞ്ച് ചെയ്യുന്നത്. 2010 ഇതിനൊരു ചെറിയ അപ്ഡേഷനും കാര്യങ്ങളും വന്നിരുന്നു. 2013 പ്രൊഡക്ഷൻ നിർത്തി എന്ന് പറഞ്ഞാലും 2019 വീണ്ടും അത് പ്രൊഡക്ഷനിലേക്ക് വന്നു സിവിക്ക്. പക്ഷേ എന്ന് പറഞ്ഞാൽ ആ പുതിയ മോഡലിനേക്കാളും എന്തുകൊണ്ടും ഈ ഒരു പഴയ മോഡൽ തന്നെയാണ് ഒന്നുകൂടെ ബെറ്റർ. അപ്പോൾ 1.8 ലിറ്ററാണ് എൻജിൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി. അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കളറാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള കളറാണ്, എടുത്തറിയുന്ന ടൈപ്പിലുള്ളൊരു കളറാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് മെറ്റാലിക് ഓറഞ്ചാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്. ഇപ്പോൾ കണ്ടോ, സൂര്യപ്രകാശം അടിക്കുമ്പോഴത്തേനും നമുക്ക് ഡ്യുവൽ ഷെയ്ഡായിട്ട് കളർ വരുന്നുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ എക്സ്പെൻസീവായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് അത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെഡ് ലാമ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് വന്ന ഹെഡ് ലാമ്പല്ല, അതായത് പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പാണ് ചെയ്തിരിക്കുന്നത്. അതായത് 2 റിങ് പോലെ ഇതിനകത്ത് വന്നിട്ട് ഡേ ടൈം റണ്ണിങ് ലൈറ്റ് കൂടെ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. ഫുൾ LED ആയിട്ട് തന്നെയുള്ള ഒരു ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബമ്പർ നോക്കുകയാണെങ്കിൽ തന്നെ സിവിക്കിന് വരുന്ന ബമ്പറല്ല, സ്റ്റോക്ക് ബമ്പറല്ല, അതായത് ഇമ്പോർട്ടഡ് ബമ്പറാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ ഫൈബർ ബമ്പർ തന്നെയാണ്, വളരെ ക്ലിയറൻസ് കുറഞ്ഞ ഒരു ബമ്പറാണ്. അതിൽ തന്നെ ഇവിടെ സൈഡിലായിട്ട് സാധാരണ കമ്പനി ഫോഗ് ലാമ്പ് കൊടുക്കുന്നിടത്ത് ഇവിടെ ഡേ ടൈം എക്സ്ട്രാ ഒരു LED ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 5-6 LED കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയും നമുക്കിത് ഈ ഒരു ലിപ്പ് കാണാനായിട്ട് സാധിക്കും. അതായത് റബ്ബർ ലിപ്പല്ല, ആ ബമ്പറിൻ്റെ കൂടെ തന്നെ വന്നൊരു ലിപ്പ് തന്നെയാണ്. ഇവിടെ കണ്ട് എക്സ്ട്രാ ഒരു ഡിസൈനും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ബമ്പറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ ഫ്രണ്ട് ഗ്രില്ലിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് കോമ്പിനേഷനും ബ്ലാക്കും ഈ ഒരു കളറോടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ വണ്ടിക്ക് കൊടുക്കുന്നത്. ഗ്രില്ല് ഇവിടെ ഒരു ഹോണ്ടയുടെ ലോഗോ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് മെയിനായിട്ടും ഫ്രണ്ട് പറയാനുള്ളത്. ബോണറ്റ് എന്ന് പറയുമ്പോഴത്തേനും സ്റ്റോക്ക് ബോണറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമുക്ക് വശങ്ങളിലേക്ക് നോക്കാം. അതുപോലെ തന്നെ വൈറ്റ് ബോഡിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. വശങ്ങളിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആദ്യം തന്നെ കാണുന്നതിൻ്റെ ഈ ഒരു വീലാണ് കേട്ടോ. ഈ ഒരു വീലെന്ന് പറയുമ്പോഴത്തേനും ഇത് കണ്ടോ, 2 ഈ കാറ്റടിക്കുന്ന കുറ്റിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം മാത്രമല്ല, സാധാരണയാണെങ്കിൽ ഒരെണ്ണമൊക്കെ കാണത്തുള്ളൂ. ഇതെന്ന് പറയുമ്പോഴത്തേനും എക്സ്ട്രാ ഈ ഒരു വിഡ്ത്ത് കൂടിയ ഒരു വീലായതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും സ്ട്രെച്ച് ചെയ്താണ് ഈ ടയറൊക്കെ ഇടുന്നത്. അതുപോലെ തന്നെ 18 ഇഞ്ച് 10.5 ആണ് വീല് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എക്സ്ട്രാ സ്പേസർ കൂടി ഇട്ടിട്ടുണ്ട്. സ്പേസർ ഇട്ടതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഈ ഒരു വൈറ്റ് ബോഡി നമ്മുടെ ഈ ബോഡിയേക്കാളിലും കുറച്ചുകൂടി തെള്ളിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനൊരു എക്സ്ട്രാ ഈ ഒരു ലെവൽ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു സ്പേസർ അകത്ത് കൊടുക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കുക എന്തിനാണ് സ്പേസർ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു വീലിന് എക്സ്ട്രാ ഒരു പ്രൊജക്ഷൻ വെളിയിലോട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റ് ബോഡിയുടെ കേസ് പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു എല്ലാം അഴിച്ചാൽ ഈ വൈറ്റ് ബോഡി നമുക്ക് തിരിച്ചിങ്ങനെ റിമൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഫിക്സഡ് അല്ല കാര്യങ്ങൾ. നമുക്ക് സ്റ്റോക്ക് ആക്കണമെങ്കിൽ നിസ്സാര കാര്യമേ ഉള്ളൂ, നമുക്ക് സ്റ്റോക്ക് ആക്കി എടുക്കാം. പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു സൈഡ് ഗ്ലാസ്സൊക്കെ ഉണ്ടോ, ഈ ഒരു ഫൈബറിൻ്റെ കവറിങ് കൊടുത്തിട്ടുണ്ട്. ഇത് സിവിക്കിന് മാത്രമായിട്ട് വരുന്നൊരു കവറിങ്ങാണ്. പിന്നീട് പറയുമ്പോൾ ഈ ഒരു
സൈഡ് സ്കേർട്ടിങ്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിമൂവ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്കേർട്ടിങ്ങും കൊടുത്തിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ആക്കണമെങ്കിൽ, ഇപ്പോൾ അറിയാമല്ലോ, ചുമ്മാ പിള്ളേരെല്ലാം നമ്പർ പ്ലേറ്റ് അയച്ചു കൊടുക്കുക, അതുപോലെ തന്നെ വണ്ടി സ്റ്റോക്ക് ആക്കാൻ പറയുക. അപ്പോൾ അങ്ങനെ തന്നെ എന്തെങ്കിലും സീൻ വരികയാണെങ്കിൽ തന്നെ ഇത് നിസ്സാരം നമുക്ക് ഇത് ഊരിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ സൈഡ് മിററിൻ്റെ കേസ് പറയുകയാണെങ്കിൽ തന്നെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് സൈഡ് മിറർ. സ്റ്റോക്ക് സിവിക്കിന് വരുന്ന സൈഡ് മിറർ തന്നെയാണ്. പിന്നീട് ഈ ഒരു സൺറൂഫ്, ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് സൺറൂഫാണ് സ്കോഡയുടെ. സിവിക്കിന് സൺറൂഫ് വരുന്നില്ല. പിന്നീട് സ്കോഡയുടെ സൺറൂഫ് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്തതാണ്. പിന്നീട് ഈ ഒരു ഡോർ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ തന്നെ ക്രോമിയവും അതുപോലെ തന്നെ ബോഡി കളറോട് ചേർന്ന ഒരു ഡോർ ഹാൻഡിലാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം സ്റ്റോക്ക് തന്നെയാണ്. ബാക്കിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഇവിടെയും ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വൈറ്റ് ബോഡി കിറ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും വീലാർച്ചയിൽ. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ സ്പേസർ കൊടുത്ത് ഫ്രണ്ടിലേക്കാളും വിട്ട് കൂടിയ ഒരു ഇതാണ് അലോയിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ BMW എന്നൊക്കെ ഇവിടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു ഷോ തന്നെ കൊടുക്കുന്നുണ്ട്. സ്പേസറും ഈ പറഞ്ഞ പോലെ തന്നെ ബാക്കിലും വിട്ട് കൂടിയൊരു സ്പേസർ തന്നെയാണ്. ഇപ്പോൾ ഇനിയും ഇത്രയൊക്കെയാണ് വശങ്ങളിലെ കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് പുറകുവശത്തേക്ക് പോകാം. പുറകുവശത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു സെഡാൻ്റെ കറക്റ്റ് ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിക് ഇത്രയും ഒരു വർഷം പഴക്കമുള്ളൊരു വാഹനമായിരുന്നിട്ട് കൂടി ഈ ഒരു ഡിസൈൻ കമ്പനി കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ വണ്ടികളെ പോലെ തന്നെ ആ ഒരു ഡിസൈനാണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വണ്ടിക്ക് ഇത്ര ഒരു മാർക്കറ്റ് വാല്യൂവും അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ്റെ ആ ഒരു രീതി പറയുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്താലും എടുത്തു നിൽക്കുന്നൊരു വണ്ടിയാണ് സിവിക്ക്. അതുകൊണ്ട് ആ ഡിസൈൻ്റെ ഒരു പ്രത്യേകത എന്ന് തന്നെ പറയാം. അപ്പോൾ പുറകുവശത്തേക്ക് വരുമ്പോഴത്തേനും ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്മോക്ക് ചെയ്ത ഒരു ടെയിൽ ലാമ്പാണ്. ഫുൾ LED ആയിട്ടുള്ള ആ ഫ്രണ്ട് ഹെഡ് ലാമ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ബാക്കിലും ഫുൾ LED ആയിട്ട് തന്നെയുള്ള ഒരു ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളി സ്മോക്ക്ഡ് ഒരു ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റെഡ് കളർ ഫുള്ള് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്മോക്കായിട്ടുള്ളതും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളറിന് ഈ ബ്ലാക്ക് കോമ്പിനേഷനാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് സ്മോക്കായിട്ടുള്ളൊരു ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഈ സ്പ്ലിറ്റായിട്ടുള്ളൊരു ടെയിൽ ലാമ്പ് കേട്ടോ. അതായത് ഈ ഒരു ഡിക്കി പോർഷനിലേക്ക് ഒരു പീസ് വരുന്നുണ്ട്, അപ്പുറത്ത് ബോഡിയിലേക്കും ഒരു പീസ് വരുന്നുണ്ട്. അങ്ങനെയാണ് ടെയിൽ ലാമ്പിൻ്റെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ തന്നെ ബാക്ക് ബമ്പർ, ഫ്രണ്ട് ബമ്പർ പറഞ്ഞ പോലെ തന്നെ ബാക്ക് ബമ്പറും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. CRC GTയുടെ ബാക്ക് ബമ്പറാണ് ചെയ്തിരിക്കുന്നത്. അതെന്ന് പറയുമ്പോഴത്തേനും ഇത് കണ്ടോ, 4 സൈലൻസർ പോലെ ടിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഡമ്മിയാണ്. ഇവിടെ 2 പീസാണ് ഈ ഒരു മഫ്ലറിന് കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും വാൽവർട്രോണിക് എക്സോസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ റിമോട്ടുണ്ട്, അതായത് സൗണ്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് ആ ഒരു ഓണാക്കാനും ഓഫാക്കാനും സാധിക്കുന്ന രീതിയിൽ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ കാര്യങ്ങൾ എടുത്ത് പറയേണ്ടത്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാം. അപ്പോൾ സിവിക്കിൻ്റെ ഇൻറ്റീരിയറിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇൻറ്റീരിയറിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഞാനീ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റീരിയർ ഈ ബാക്കി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത്രയും വർഷം പഴക്കമുള്ള ആ ഒരു വണ്ടിയുടെ ഉള്ളിലിരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ വണ്ടിയുടെ ഉള്ളിലിരിക്കുന്ന അതേ ഒരു ഫീല് തന്നെയാണ് ഈ ഒരു വണ്ടിക്കകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കാരണം ഡാഷ്ബോർഡിൻ്റെ ആ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു പ്രത്യേക രീതിയിൽ തന്നെ ഉള്ളൊരു വീതി കൂടിയ ടൈപ്പിലുള്ളൊരു ഡാഷ്ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പുതിയൊരു രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഡിസൈൻ കണ്ടുപഴക്കമില്ലാത്തൊരു ഡിസൈൻ എന്ന് വേണം പറയാനായിട്ട്. ഡാഷ്ബോർഡിൻ്റെ ഡിസൈന് അത് ഡ്യുവൽ ഷെയ്ഡാണ് കേട്ടോ. അതായത് ഒരു ബീജും ഒരു ബ്ലാക്കും ഷെയ്ഡ് വരുന്നൊരു ഡാഷ്ബോർഡും ഇൻറ്റീരിയറാണ് കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇൻറ്റീരിയറിലെ റൂഫ് ഒന്ന് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറിൽ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പം, അതായത് ഒരു മീറ്റർ വരുമ്പോഴത്തേനും ഡബിൾ മീറ്ററാണ്. അതായത് ഡാഷ്ബോർഡിലായിട്ട് തന്നെ ഫുള്ളി ഡിജിറ്റലായിട്ട് നമുക്ക് സ്പീഡോമീറ്റർ അതുപോലെ തന്നെ ഫ്യൂവൽ ഗേജ് ടെമ്പറേച്ചർ എല്ലാം ഡിജിറ്റലിലാണ് അത് കാണിക്കുന്നത്. പിന്നെ RPM മീറ്റർ തുടങ്ങി അങ്ങനത്തെ ഈ സിഗ്നൽസും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന അനലോഗായിട്ട് തന്നെ താഴെ സ്റ്റിയറിങ്ങിൻ്റെ തൊട്ട് മുകളിലായിട്ട് അങ്ങനെ 2 സ്പ്ലിറ്റായിട്ടാണ് ഈ സിവിക്കിന് കമ്പനി ഒരു എന്താ പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ വാഹനങ്ങളെന്ന് പറഞ്ഞാൽ ഫുൾ ഒറ്റ ഒരു മീറ്ററിനകത്ത് തന്നെ ഇതെല്ലാം RPMഉം ഫ്യൂവൽ ഗേജും എല്ലാം ഒന്നിച്ചാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തന്നേ ഉള്ളൂ. ഇത് സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഹോണ്ടയുടെ ഒരു ചെറിയൊരു സ്റ്റിയറിംഗ് ആണെങ്കിൽ പോലും നമുക്ക് സ്പോർട്ടി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷും ഒരു ലെതർ സ്റ്റിച്ചിങ് ഒക്കെ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്ത്
ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻട്രലായിട്ട് തന്നെ ഹോണ്ടയുടെ ഒരു ലോഗോ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. 2 എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സെൻട്രൽ കൺസോളിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഈ ഒരു മ്യൂസിക് സിസ്റ്റം ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഡബിൾ ഇൻ ഫുള്ളി ടച്ച് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കമ്പനി വന്നുകൊണ്ടിരുന്ന ടച്ചോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇത് മൊത്തത്തിൽ മാറി നമ്മൾ ഇത് ടച്ച് സ്ക്രീൻ ആക്കിയിട്ടുണ്ട് വണ്ടിയിൽ. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്, AC-യുടെ സ്വിച്ചും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത്. അത് നമുക്കിവിടെ കാണാം. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് പേഴ്സോ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ ആ ഒരു ഗിയർ നോബ് വളരെ ചെറുതായിട്ടുള്ളൊരു ഗിയർ നോബാണ് കൊടുത്തിരിക്കുന്നത്. സ്പാർക്കോടെ ഒരു നോബും ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറേജ് സ്പേസ് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുന്നത്, അങ്ങനെ അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു പ്രൈവസി തരുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ഈ വാഹനത്തിൽ മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ വാഹനത്തിൽ കാണാത്ത രീതിയിലുള്ള ഇങ്ങനെ കവർ ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹാൻഡ് ബ്രേക്കും ഇവിടെ ചെറിയൊരു ഹാൻഡ് ബ്രേക്കാണ് ലിവർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗിയർ നോബിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവറാണ് കൊടുത്തിരിക്കുന്നത്. അത് പ്രത്യേക ഡിസൈനിൽ തന്നെ അതും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ അത് ഇതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതും ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് പറയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹാൻഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹാൻഡ് റെസ്റ്റ് ഇന്നത്തെ കാലത്തെ ഒരു വാഹനത്തിൽ പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അഡ്ജസ്റ്റബിൾ ചെയ്യാം ഇപ്പോൾ ഇങ്ങനെ നമുക്ക് പല രീതിയിൽ തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഹാൻഡ് റെസ്റ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധാരണ സീറ്റൊക്കെയാണ്. ഈ വാഹനത്തിന് ഹാൻഡ് റെസ്റ്റ് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. ഹാൻഡ് റെസ്റ്റിനുള്ളിലായിട്ടും തന്നെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡിൻ്റെ താഴെയായിട്ടും തന്നെ ഇവിടെ ഒരു ഗ്ലോ ബോക്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും യൂട്ടിലിറ്റി സ്പേസ് കാര്യങ്ങൾ പറയാനായിട്ടുള്ളതും. റൂഫിൽ തന്നെ ഇവിടെ 2 ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിൻ്റെ ഡിസൈൻ പറയുകയാണെങ്കിൽ തന്നെ ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ളൊരു ബ്ലാക്ക് കോമ്പിനേഷനാണ് സീറ്റിനും കൊടുത്തിരിക്കുന്നത്. അത് എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ ഒരു ലംബ സപ്പോർട്ടൊക്കെ എക്സ്ട്രാ എടുത്ത് തയ്ച്ച് നമ്മൾ എന്നാ പറയുന്നത് ഇങ്ങനെ ഒരു ഹഗ് ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെയാണ് സീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ 2 സൈഡൊക്കെ ഇങ്ങനെ എക്സ്ട്രാ ചെയ്ത ഒരു സീറ്റ് തന്നെയാണ്. പിന്നീട് പറയുകയാണെങ്കിൽ ഡോർ പാഡിൻ്റെ ഡിസൈനിലേക്ക് പറയുകയാണെങ്കിൽ തന്നെ ആ സ്പീക്കറും കാര്യങ്ങളും എല്ലാം ഡോർ പാഡിൽ തന്നെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. പവർ വിൻഡോയുടെ സ്വിച്ചുകളും എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൈഡ് വ്യൂ മിററും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ സ്വിച്ചുകളും നമുക്ക് ഈ ഒരു ഡ്രൈവർ സൈഡിലെ ഡോർ പാഡിലായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിലെ കാര്യങ്ങൾ എടുത്ത് പറയാനായിട്ടുള്ളത്. അപ്പോൾ അത്രയൊക്കെയാണ്. നമുക്ക് ഇനിയും ബാക്കിലൂടെ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. റിയർ സീറ്റിൻ്റെ കംഫർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ബൈക്കിലത്തെ സീറ്റിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ലെഗ് റൂം അത്യാവശ്യം ലെഗ് റൂമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റിൻ്റെ ഒരു ഡിസൈൻ പറയുകയാണെങ്കിൽ തന്നെ 3 പേർക്ക് അത്യാവശ്യം ഇരിക്കാൻ പറ്റുന്ന, സെൻട്രലിൽ വലിയ ഹൈറ്റുള്ള ടണലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് 3 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാനുള്ള രീതിയിൽ തന്നെയാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സീറ്റിൻ്റെ ഡിസൈൻ പറയുകയാണെങ്കിൽ തന്നെ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ സീറ്റ് കവർ ജസ്റ്റ് ആ ഒരു ഫ്രണ്ടിലെ അതേ ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്കിലത്തെ സീറ്റും അതുപോലെ തന്നെ എക്സ്ട്രാ കാര്യങ്ങൾ സീറ്റ് കമ്പനി സ്റ്റോക്ക് വന്ന സീറ്റ് തന്നെ നമുക്ക് ഒരു കവറിട്ട് നല്ല ക്വാളിറ്റിയുള്ള കവർ ചെയ്തിട്ടുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ ബാക്കിലെ ഡോർ പാഡിലേക്ക് വരികയാണെങ്കിൽ തന്നെ കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ബോട്ടിലൊക്കെ വെക്കാൻ പറ്റിയ കപ്പ് ഹോൾഡറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ 2 സീറ്റിൻ്റെ ബാക്കിലായിട്ട് തന്നെ ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസ് സീറ്റ് കവറെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ റൂഫിൽ തന്നെ ഇവിടെ 2 ലൈറ്റ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡോറ് ഇവിടെ ഒരു ഈ സീറ്റ് കവറിൻ്റെ രീതിയിൽ തന്നെ ആ ഒരു സ്റ്റിച്ചിങ് തന്നെ ഡോർ പാഡിലും കൊടുത്തിട്ടുണ്ട്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ 2 പേരെ ബാക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെൻറ്ററിലെ ഈ ഒരു ആംറസ്റ്റ് നമുക്ക് താത്ത് വെക്കാനും സാധിക്കും. അപ്പോൾ നമുക്ക് ആംറസ്റ്റ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ആംറസ്റ്റിൽ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഡ്രൈവറെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ വോളിയം കുറയ്ക്കുന്നൊക്കെ പറയാതെ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ അന്നത്തെ കാലത്ത് അത്രയും ഒരു എന്നാ പറയുന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു കൊടുത്തിരിക്കുന്നത്. നമുക്ക് അത്രയും ഇപ്പോൾ പല വാഹനങ്ങളും ഈ ഫീച്ചർ ഇല്ല. എന്നിട്ട് പോലും കമ്പനി അന്ന് നേരത്തെ കണ്ടറിഞ്ഞ് ചെയ്തൊരു കാര്യം തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഇതുപോലെ തന്നെ ആ ഒരു മോഡ് മാറ്റാൻ, അതുപോലെ തന്നെ വോളിയം കൂട്ടാൻ കുറയ്ക്കാൻ, അതുപോലെ ഇപ്പോൾ റേഡിയോ ആണെങ്കിൽ ചാനൽ മാറ്റാൻ, അതിനുള്ള കാര്യങ്ങൾ സ്വിച്ചുകളെല്ലാം ഇവിടെ തന്നെ ഈ ഒരു സെൻട്രൽ ആംറസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ അടച്ച് വെക്കാനായിട്ടൊക്കെ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് അതും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് ഈ നമുക്ക് ബൈക്കിൽ ഇരുന്നപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ.
ഡിക്കി സ്പേസ് നോക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു ബൂട്ട് സ്പേസ് വളരെ വലിയൊരു ബൂട്ട് സ്പേസാണ് കൊടുത്തിരിക്കുന്ന കമ്പനി. ഈ ഒരു സെഡാൻ വാഹനമായതുകൊണ്ട് തന്നെ ഇത്രയും ഒരു ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഒരു 3-4 ബാഗൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ളൊരു ബൂട്ട് സ്പേസാണ്. ഇതിന് താഴെയായിട്ടാണ് ശരിക്കും സ്റ്റെപ്പിനി വീൽ, സ്പെയർ വീലൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫാമിലി യൂസിന് ഈ വണ്ടി പറ്റിയതാണ്. കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ഒരു കാലത്തെ ആ ഒരു ഫാമിലി ഒരു യൂസിന് സിറ്റിക്ക് മുകളിലേക്ക് വരുമ്പോഴത്തേന് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സിവിക് ആയിരുന്നു. അപ്പോൾ അന്ന് ഫാമിലി യൂസിനെയും കൂടെ മുൻകണ്ട് ആ ഒരു ഇതിൽ കണ്ടാണ് ഒരു ഹോണ്ട ഈ ഒരു ഡിസൈന് എക്സ്ട്രാ ഈ ഒരു ലഗേജ് സ്പേസും കാര്യങ്ങളും ബൂട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നത്. വളരെ അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് കമ്പനി ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 1800 cc എഞ്ചിൻ 130 bhp അറ്റ് 6300 rpmലും 172 Nm ടോർക്ക് അറ്റ് 4300 rpmലും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ വാഹനത്തിൽ ഹെഡറും അതുപോലെ തന്നെ എക്സോസ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സോസ്റ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ വാൽവട്രോണിക് എക്സോസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റിമോട്ടല്ല, നമുക്ക് ജസ്റ്റ് ഈ ഒരു സ്വിച്ചാണ് ഈ വാൽവട്രോണിക്കിൻ്റെ ഒരു സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് റിമോട്ടല്ലാതെ നേരിട്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിമോട്ടും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഈ ഹെഡർ ഓണാണ്. നമുക്ക് കാല് കൊടുക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സൗണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ വാൽവട്രോണിക്ക് ക്ലോസ് ആയി. ഇപ്പോൾ കാല് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, സൗണ്ട് ഇല്ല. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഓണായി. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. വളരെ സിമ്പിളാണ്. ഇപ്പോൾ സൈലൻസർ മാറുകയോ കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് ഈ സ്വിച്ചിൽ തന്നെ പരിപാടിയെല്ലാം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതാണ് വാൽവട്രോണിക് ആ എക്സോസ്റ്റിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സൺറൂഫിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. സ്കോഡയുടെ സൺറൂഫാണ് ഇവിടുത്തെ ചെയ്തിരിക്കുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ടുള്ള സൺറൂഫാണ് ചെയ്തിരിക്കുന്നത്. മാനുവൽ സൺറൂഫും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് സൺറൂഫും വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് സൺറൂഫാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ. റോട്ടറി സ്വിച്ചാണ് ഇത്. ശരിക്കും സ്കോഡയുടെ വരുന്നതല്ല. സ്കോഡയുടെ വരുന്നത് സ്വിച്ച് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഈ ഒരു ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത് നമുക്കൊരു കവറിങ് ആണ്. അതായത് നമുക്ക് ചുമ്മാ പോകുമ്പോഴത്തേന് ഈ വെയിലൊക്കെ കാര്യങ്ങൾ അടിക്കാതിരിക്കാൻ വേണ്ടി ആ ഒരു ടോപ്പിൻ്റെ ആ ഒരു കളറിൽ തന്നെ, ഈ ഒരു ബ്ലാക്ക് കളറിൽ തന്നെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തുറന്നാൽ നമുക്ക് ഇതുണ്ടല്ലേ, ഇപ്പോൾ ഈ ഗ്ലാസ്സിൽ കൂടെ പെട്ടെന്ന് താഴോട്ട് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇത് സൺറൂഫ് തുറക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു റോട്ടറി സ്വിച്ചിൽ നമുക്ക് ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൺറൂഫ് ഓപ്പൺ ആയി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് പോകാനായിട്ട് സാധിക്കും. ഒരു ഹൈ എൻഡ് വണ്ടിയുടെയൊക്കെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ഈ സൺറൂഫ് വെച്ചുകൊണ്ട്. ഇപ്പോൾ സൺറൂഫ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഈ ഒരു സ്വിച്ച് ഇങ്ങനെ നേരെ തിരിച്ച് കഴിഞ്ഞാൽ കണ്ടോ, വേണ്ടി ഇങ്ങനെ സൺറൂഫ് അടഞ്ഞങ്ങ് പോകും. അപ്പോൾ നമ്മൾ ഈ ഫാനിൻ്റെ റെഗുലേറ്ററൊക്കെ തിരിക്കുന്ന സിസ്റ്റം തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ക്ലോസ് ചെയ്യണം. ഇത് ജസ്റ്റ് മാനുവലി തന്നെ കൈക്ക് ഇച്ചിരി ബലം കൊടുത്ത് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിപാടി സെറ്റായി. ഇപ്പോൾ ഇത് സൺറൂഫ് ചെറുതായിട്ടുണ്ടെന്ന് പോലും പറയത്തില്ല. കാരണം ആ ഒരു കവറിങ് അതുപോലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. വെള്ളമൊന്നും ഇറങ്ങാത്ത രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സൺറൂഫിൻ്റെയും ഇൻറ്റീരിയറിൻ്റെയും കാര്യങ്ങളൊക്കെ എടുത്ത് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം, നന്ദി പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഇതിൻ്റെ ഒരേ ഒരു ഓണർ നമ്മുടെ ബോബി ബ്രോയുടെ ആണ് നമുക്ക് നന്ദി പറയാനുള്ളത്. കാരണം നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം എപ്പോൾ വരും എന്നാണ് ചോദിച്ചത്. അല്ലാതെ ചെയ്യണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല പറയാൻ, നിങ്ങളെപ്പോൾ വരുമെന്നാണ് ചോദിച്ചത്. അദ്ദേഹം നമുക്ക് വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് തന്നു, എല്ലാ കാര്യങ്ങളും നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നു. ബോബി ബ്രോയോടുള്ള ഒരു സ്പെഷ്യൽ താങ്ക്സ് നമ്മൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വാഹനത്തിൻ്റെ വീഡിയോയുമായിട്ട് കാണുന്നിടം വരേക്കും ടീം ഓട്ടോ ഗാരേജ് സൈനിങ് ഓഫ്.